ഈ ശുശ്രൂഷ അനുഗ്രഹപ്രദമായി തീരുവാൻ ദൈവത്തിൻ്റെ അളവറ്റ കൃപകൾ അനശ്യൂതം ഈ ശുശ്രൂഷയിലും നമ്മളേവരിലും വ്യാപരിക്കുവാനായി എല്ലാവരും പ്രാർത്ഥിക്കണമെന്ന് സ്നേഹത്തോടെ ഓർപ്പിക്കുകയാണ്. ഈ ദേവാലയത്തിൻ്റെ വികാരി ബഹുമാന്യനായ ഗീവർഗീസ് ജോണച്ചൻ ഏവരെയും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. അഭിവന്യ ഡോക്ടർ മാത്യൂസ് മാർ തിമോത്തിയോസ് തിരുമേനി, വന്യ കോർപ്പിസ്കോപ്പ അച്ഛന്മാരെ, വന്യ വൈദിക സഹോദരങ്ങളെ, കടന്നു വന്നിരിക്കുന്ന വിശിഷ്ടാതിഥികളെ, വിവിധ ദേവാലയങ്ങളിൽ നിന്ന് എത്തിയിരിക്കുന്ന വിശ്വാസികളുടെ സമൂഹമേ, നിറഞ്ഞ മനസ്സോടും സന്തോഷത്തോടും കൂടിയാണ് ഞാനിവിടെ നിൽക്കുന്നത്. മലങ്കര സഭയിൽ വിശുദ്ധ ശിശു സഹോദരന്മാരുടെ നാമത്തിൽ സ്ഥാപിതമായിരിക്കുന്ന ഏക ദേവാലയമാണ് മെഴുവലി ഹോളി ഇന്നസെൻസ് ഓർത്തഡോക്സ് വലിയ പള്ളി. 2010 ഈ പള്ളി സ്ഥാപിതമായിട്ട് 150 വർഷം തികയുകയാണ്. ഈ 150 വർഷത്തെ ചരിത്രത്തിൽ ഇതം പ്രഥമമായിട്ടാണ് ഇവിടെ കാൽ കഴുകൽ ശുശ്രൂഷ നടത്തുന്നത്. ഇപ്പോൾ മേൽപ്പെട്ട സ്ഥാനത്തേക്ക് ഉയർത്തപ്പെട്ട മലങ്കര സഭയുടെ UK, യൂറോപ്പ്, ആഫ്രിക്ക മെത്രാസനാധിപൻ അഭിവന്യ ഡോക്ടർ മാത്യൂസ് മാർ തിമോത്തിയോസ് തിരുമനസ്സുകൊണ്ട് കഴിഞ്ഞ ശനിയാഴ്ച സന്ധ്യയ്ക്ക് ഇവിടെ എഴുന്നള്ളി ഓശാന സന്ധ്യ മുതലുള്ള എല്ലാ ശുശ്രൂഷകൾക്കും മുഖ്യ കാർമ്മികത്വം വഹിച്ച് നമ്മെ അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ഇടവകയുടെ ഏറെ നാളത്തെ ആഗ്രഹമാണ് ഒരു മെത്രാപ്പൊലിത്തായുടെ കാർമ്മികത്തിൽ കഷ്ടാനുഭവ ശുശ്രൂഷകൾ നടത്തി കർത്താവ് തന്റെ ശിഷ്യന്മാരുടെ കാലുകൾ കഴുകിയതിനെ അനുസ്മരിച്ചുകൊണ്ട് കാൽ കഴുകൽ ശുശ്രൂഷ നടത്തണമെന്നുള്ളത്. ദൈവകൃപയാൽ ഈ വർഷമാണത് സഫലീകൃതമായത്. ഇതിൽ ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുകയാണ്. ദീർഘമായിട്ട് സംസാരിച്ച് സമയം കളയുന്നില്ല. ഏവരെയും സ്വാഗതം ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ കർത്തവ്യം. ഈ ശുശ്രൂഷകൾക്ക് മുഖ്യ കാർമ്മികത്വം വെച്ച് നമ്മെ അനുഗ്രഹിച്ചു കൊണ്ടിരിക്കുന്നത് ഞാൻ നേരത്തെ ഓർപ്പിച്ചതുപോലെ മലങ്കര ഓർത്തഡോക്സ് സഭയുടെ UK, യൂറോപ്പ്, ആഫ്രിക്ക മെത്രാസനത്തിന്റെ അധിപനായി ഇപ്പോൾ നിയമിതനായിരിക്കുന്ന അഭിവന്യ ഡോക്ടർ മാത്യൂസ് മാർ തിമോത്തിയോസ് തിരുമനസ്സുകൊണ്ടാണ്. ഇവിടെ ഇപ്രകാരം ഒരു ശുശ്രൂഷ നടത്തണമെന്ന് വളരെ നേരത്തെ തന്നെ തിരുമേനിമാരുടെ അസോസിയേഷനിലുള്ള തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ തന്നെ അഭിവന്യ തിരുമേനിയെ അറിയിച്ചു. വളരെ സന്തോഷത്തോടുകൂടി പരിശുദ്ധ ബാബാ തിരുമനസ്സുകൊണ്ട് മറ്റ് ചുമതലകളൊന്നും നൽകിയില്ല എങ്കിൽ ഇവിടെ എഴുന്നള്ളി നടത്താമെന്ന് സമ്മതിച്ചു.
ഈ ഇടവകയുടെ ഭാഗ്യം, ഈ ഇടവക ഇന്ന് ധന്യമാണ്. ഈ ശുശ്രൂഷകൾ നടത്തുവാൻ ഇവിടെ എഴുന്നള്ളി നമ്മെ അനുഗ്രഹിച്ചു കൊണ്ടിരിക്കുന്ന അഭിമന്യ ഡോക്ടർ മാത്യൂസ് മാർ തിമോത്തിയോസ് തിരുമേനിക്ക് മെഴുവേലി ഹോളി ഇന്നസെൻസ് ഓർത്തഡോക്സ് ഇടവകയുടെ പ്രിയപ്പെട്ട മക്കളുടെയും ഇവിടെ കൂടിയിരിക്കുന്ന വൈദികരുടെയും എല്ലാവരുടെയും നാമത്തിൽ ഞാൻ സ്വാഗതത്തിന്റെ പൂച്ചെണ്ടുകൾ തൃപ്പാദത്തിൽ സമർപ്പിക്കുകയാണ്. ഈ ശുശ്രൂഷകളിൽ നമ്മൾ ക്ഷണിച്ചതനുസരിച്ച് അനേകം കോറപ്പിസ്കോപ്പ അച്ഛന്മാർ, ഇടവകയുടെ മുൻവികാരിമാരും, ഇടവക പട്ടക്കാരും, ചെങ്ങന്നൂർ മെത്രാസനത്തിലെ വൈദികരും, സമീപ മെത്രാസനങ്ങളായ തുമ്പമൺ, മാവേലിക്കര തുടങ്ങിയ മെത്രാസനങ്ങളിലെ ശ്രേഷ്ഠ വൈദികരും എത്തിച്ചേർന്നിട്ടുണ്ട്. ഈ വൈദിക ശ്രേഷ്ഠ എല്ലാവരെയും വളരെ സന്തോഷത്തോടെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഇവിടെ ഗാന ശുശ്രൂഷകൾക്ക് നേതൃത്വം നൽകുന്നത് ചെങ്ങന്നൂർ മെത്രാസന ഗാന ശുശ്രൂഷാ സംഘമായ ഫിലോക്സ് സ്കൂൾ ഓഫ് ലിറ്റർജിക്കൽ മ്യൂസിക്കിലെ ബഹുമാനപ്പെട്ട വൈദിക ശ്രേഷ്ഠനാണ്. എന്റെ എല്ലാ പ്രിയപ്പെട്ട സഹോദര വൈദികർക്കും ഞാൻ സ്വാഗതം ആശംസിക്കുന്നു. വൈദിക സെമിനാരിയിൽ നിന്ന് ബഹുമാനപ്പെട്ട ശമാശന്മാരും വൈദിക വിദ്യാർത്ഥികളും ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അവരെല്ലാവരെയും വളരെ സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഇവിടെ കടന്നു വന്നിരിക്കുന്ന അഭിമന്യ തിരുമേനിയുടെ കുടുംബാംഗങ്ങൾ, വന്നിയ വൈദിക ശ്രേഷ്ഠരുടെ പ്രിയപ്പെട്ട കുടുംബാംഗങ്ങൾ, വിവിധ ഇടവകകളിൽ നിന്നും ഭദ്രാസനങ്ങളിൽ നിന്നും കടന്നു വന്നിട്ടുള്ള പ്രിയപ്പെട്ട വിശ്വാസികൾ, ഇതൊക്കെ ഉപരിയായിട്ട് മെഴുവേലി ഹോളി ഇന്നസെൻസ് ഓർത്തഡോക്സ് ഇടവകയിൽ വളരെയേറെ കാലമായിട്ട് ഈ കാര്യങ്ങൾ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന എന്റെ പ്രിയപ്പെട്ട ഇടവക ജനങ്ങൾ എല്ലാവരെയും വളരെ സന്തോഷത്തോടെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഇവിടെ കടന്നു വന്നിരിക്കുന്ന മാധ്യമ പ്രവർത്തകർ, അതോടൊപ്പം തന്നെ ഇപ്പോൾ നിങ്ങൾക്ക് ഈ കാര്യങ്ങൾ ക്ലോസ് സർക്യൂട്ട് ടിവിയിൽ കാണുവാൻ തക്കവണ്ണം ക്രമീകരിച്ചുകൊണ്ടിരിക്കുന്ന അതിന്റെ പ്രവർത്തകർ എല്ലാവരെയും വളരെ സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഈ ശുശ്രൂഷകൾക്ക് ശുശ്രൂഷ സന്ദേശം നൽകുന്നതും ഈ കാര്യങ്ങൾ യഥാസമയം നമ്മെ അറിയിക്കുന്നതും ഓർത്തഡോക്സ് സഭയിലെ സെമിനാരി അധ്യാപകനും എന്റെ സഹോദരനുമായ പ്രിയപ്പെട്ട ജോൺ തോമസ് കരിങ്ങാട്ടിൽ അച്ഛനാണ്. അദ്ദേഹം കുടുംബം ഇവിടെ എത്തിയിട്ടുണ്ട്. വന്നിയ ജോൺ തോമസ് അച്ഛനെയും കുടുംബത്തെയും സ്വാഗതം ചെയ്തുകൊണ്ട് എല്ലാവരെയും ഒരിക്കൽ കൂടി, ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ സദയം ക്ഷമിക്കണം, എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്തുകൊണ്ട് ഈ ശുശ്രൂഷ സന്ദേശം നൽകുവാനായി അഭിമന്യ തിരുമേനിയുടെ അനുവാദത്തോടുകൂടി ജോൺ തോമസ് കരിങ്ങാട്ടിൽ അച്ഛനെ ക്ഷണിക്കുന്നു. ത്രിയേക ദൈവത്തിൻ്റെ വന്യതിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. നാം ഏറ്റവും ആദരിക്കുന്ന അഭിനന്ദനായ ഡോക്ടർ മാത്യൂസ് മാർ തിമോത്തിയോസ് മെത്രാപ്പൊലീത്ത തിരുമേനി, അഭിനന്ദനായ വൈദിക ശ്രേഷ്ഠരെ, വിശ്വാസികളുടെ സമൂഹമേ, വളരെ സന്തോഷത്തിൻ്റെയും അതിലുപരി വിനയത്തിൻ്റെയും താഴ്മയുടെയും സുപ്രധാനമായ ഒരു ശുശ്രൂഷയിലേക്ക് നാം പങ്കുചേരുകയാണ്. ചെങ്ങന്നൂർ മെത്രാസനത്തിലെ വളരെ പ്രശസ്തമായ ഹോളി ഇന്നസെന്റ് ഓർത്തഡോക്സ് ദേവാലയത്തിൽ ഇങ്ങനെയൊരു ശുശ്രൂഷ ക്രമീകരിക്കുവാൻ ഇടയായതിൽ ഈ ദേവാലയത്തിലെ ഭരണസമിതിയെയും ബഹുമാന്യനായ വികാരി ഗീവർഗീസ് ലോണച്ചനെയും ഹൃദയപൂർവ്വം അഭിനന്ദിക്കുകയാണ്. അഭിനന്ദിയ ഡോക്ടർ മാത്യൂസ് മാർ തിമോത്തിയോസ് മെത്രാപ്പൊലീത്ത തിരുമനസ്സുകൊണ്ട് ആദ്യമായി നിർവഹിക്കുന്ന അതിപ്രധാനമായ ഒരു ശുശ്രൂഷയിലാണ് നാം പങ്കുചേരുവാൻ പോകുന്നത്. മലങ്കര ഓർത്തഡോക്സ് സഭയിലെ വേദശാസ്ത്ര പണ്ഡിതരിൽ വളരെ അഗ്രഗണ്യനും ഇപ്പോൾ നവ അഭിഷിക്തനുമായ അഭിനന്ദ തിരുമനസ് ഈ ശുശ്രൂഷയ്ക്ക് മുഖ്യ നേതൃത്വം നൽകുകയാണ്. നമ്മെ ഏവരെയും ദൈവസന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് കാൽകഴുകൽ ശുശ്രൂഷയുടെ പ്രധാനമായ സന്ദേശം എന്താണെന്ന് വേദപുസ്തകത്തിന്റെ അടിസ്ഥാനത്തിൽ അല്പസമയം പഠിക്കുവാനായിട്ടുള്ള അവസരമാണിത്. വിശുദ്ധനായ യോഹന്നാന്റെ സുവിശേഷം 13-ാമത്തെ അധ്യായത്തിലാണ് കാൽ കഴുകൽ ശുശ്രൂഷയെക്കുറിച്ച് വളരെ ഹൃദ്യമായി അവതരിപ്പിച്ചിരിക്കുന്നത്. ലൂക്കോസിന്റെ സുവിശേഷം 22-ാം അധ്യായത്തിലും ഇതിനെക്കുറിച്ചുള്ള സൂചനകളുണ്ട്.
എന്നാൽ കാൽ കഴുകൽ ശുശ്രൂഷയെക്കുറിച്ച് വളരെ ദീർഘമായി പ്രതിപാദിക്കുന്ന വേദഭാഗമാണ് യോഹന്നാന്റെ സുവിശേഷം 13-ാമത്തെ അധ്യായം. വേദപുസ്തകത്തിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വാക്യമുണ്ട്. അത് യോഹന്നാന്റെ സുവിശേഷം 13-ാം അധ്യായത്തിലെ ഒരു വാക്യമാണ്. 14-ാമത്തെ വാക്യമാണ് ഞാൻ ഉദ്ധരിക്കുന്നത്. കർത്താവും ഗുരുവുമായ ഞാൻ നിങ്ങളുടെ കാലുകൾ കഴുകിയെങ്കിൽ നിങ്ങളും തമ്മിൽ തമ്മിൽ കഴുകണം. കർത്താവും ഗുരുവുമായ ഞാൻ നിങ്ങളുടെ കാലുകൾ കഴുകിയെങ്കിൽ നിങ്ങളും തമ്മിൽ തമ്മിൽ കാലുകളെ കഴുകണം. ഇത്രയും വശ്യമായ, ശക്തമായ, ഹൃദ്യമായ മറ്റൊരു വേദഭാഗം ഉണ്ടോ എന്ന് എനിക്ക് സംശയമാണ്. അതുകൊണ്ടാണ് വേദശാസ്ത്ര പണ്ഡിതന്മാർ ഈ വേദഭാഗത്തെ കുറിച്ച് പറയുന്നത്. യേശുദമ്പുരാൻ അനേക പഠനങ്ങൾ നടത്തിയിട്ടുണ്ട്, വായനകൾ നടത്തിയിട്ടുണ്ട്, ആശയങ്ങൾ പങ്കിട്ടിട്ടുണ്ട്. അവ മുഴുവനും ഉപമകളിൽ കൂടിയായിരുന്നു. യോഹന്നാന്റെ സുവിശേഷം 13-ാം അധ്യായം പഠിക്കുമ്പോൾ 13-ാം അധ്യായത്തെ കുറിച്ച് വേദപണ്ഡിതന്മാർ പറയുന്നത് യേശുദമ്പുരാൻ ലോകത്തിന് കാണിച്ചു കൊടുത്ത ഒരു ഉപമ എന്നാണ്. ഇറ്റ് വാസ് an acted parable. യേശു നാടകീയമായി ദൃശ്യാവിഷ്കാരം നടത്തിയിരിക്കുന്ന ഹൃദ്യമായ ഒരു ശുശ്രൂഷയാണ് കാൽ കഴുകൽ ശുശ്രൂഷ എന്നുള്ളത്. യോഹന്നാന്റെ സുവിശേഷം 13 മുതൽ 17 വരെയുള്ള അധ്യായങ്ങൾ നമ്മൾ പഠിക്കുമ്പോൾ അതിൽ പ്രധാനമായി സ്പന്ദിക്കുന്നത് ഒരാശയം മാത്രമേ ഉള്ളൂ. സ്നേഹത്തെക്കുറിച്ചുള്ള ആശയമാണ്. 13 മുതൽ 15 വരെയുള്ള 5 അധ്യായങ്ങളിലായി സ്നേഹത്തെക്കുറിച്ച് 31 പ്രാവശ്യമാണ് അവതരിപ്പിക്കുന്നത്. എന്നാൽ യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 12 വരെയുള്ള അധ്യായങ്ങൾ പഠിക്കാമെങ്കിൽ സ്നേഹത്തെക്കുറിച്ച് 6 പരാമർശങ്ങൾ മാത്രമേ ഉള്ളൂ. പൗരസ്ത്യ ഓർത്തഡോക്സ് സഭയുടെ പാരമ്പര്യത്തിൽ പെസഹ വ്യാഴാഴ്ച പ്രധാന ആചാര്യൻ പള്ളികളിലോ ദേറാകളിലോ കേന്ദ്രീകരിച്ച് കാലുകൾ കഴുകുന്ന പാരമ്പര്യം വളരെ മുമ്പ് തന്നെ ഉണ്ടായിരുന്നു. ഇത് സ്നേഹത്തിന്റെ ശുശ്രൂഷയാണ്, ത്യാഗത്തിന്റെയും വിനയത്തിന്റെയും മാതൃകയാണ്. യേശുദമ്പുരാൻ കാലുകളെ കഴുകി ലോകത്തിന് പുതിയ ഒരു സുവിശേഷമാണ് ലോകത്തിന് കാണിച്ചു കൊടുക്കുന്നത്. ഈ ശുശ്രൂഷയെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കുമ്പോൾ ഇതിന്റെ വേദശാസ്ത്രം നമുക്ക് നൽകുന്ന ചില പ്രധാന ചിന്തകൾ ഹ്രസ്വമായി പങ്കുവെക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. കാൽ കഴുകൽ ശുശ്രൂഷയുടെ പ്രാധാന്യം എന്താണ്? ആധുനിക സാഹചര്യത്തിൽ ഈ ശുശ്രൂഷ ലോകത്തിന് നൽകുന്ന സന്ദേശം എന്താണ്? സാമൂഹിക ശാസ്ത്ര പശ്ചാത്തലത്തിൽ കാൽ കഴുകൽ ശുശ്രൂഷയുടെ അന്തസ്സും അതിന്റെ ആന്തരികമായ അർത്ഥവും ഞാൻ പങ്കിടുവാൻ ആഗ്രഹിക്കുകയാണ്. ഒന്നാമതായി, കാൽ കഴുകൽ ശുശ്രൂഷ എന്ന് പറയുമ്പോൾ സാമൂഹ്യ ബന്ധങ്ങൾ സൃഷ്ടിക്കുന്നതിനായി നാം കാലുകളെ കഴുകണം. It is an act of building relations among communities. പീഡാനുഭവത്തിനും ക്രൂശുമരണത്തിനും ഒരുങ്ങിയപ്പോഴാണ് യേശുദമ്പുരാൻ കാലുകളെ കഴുകിയത്. ലൂക്കോസിന്റെ സുവിശേഷം വായിച്ചെങ്കിൽ മാത്രമേ യോഹന്നാന്റെ സുവിശേഷം 13-ാം അധ്യായം മനസ്സിലാകുകയുള്ളൂ. ലൂക്കോസിന്റെ സുവിശേഷം 22-ാം അധ്യായം 24 മുതൽ 30 വരെയുള്ള വേദഭാഗം വായിക്കുമ്പോൾ ശിഷ്യന്മാരുടെ ഇടയിൽ ഒരു തർക്കമുണ്ടായി. ആരാകുന്നു വലിയവൻ എന്നൊരു തർക്കം. 24-ാമത്തെ വാക്യം ഇങ്ങനെയാണ് വായിക്കുന്നത്: ആരാകുന്നു വലിയവൻ എന്നതിന് യേശു നൽകുന്ന ഉത്തരമാണ്, ഞാനോ നിങ്ങളുടെ ഇടയിൽ ശുശ്രൂഷിക്കുന്നവനെ പോലെയാകുന്നു. യോഹന്നാന്റെ സുവിശേഷത്തിൽ എത്തിച്ചേരുമ്പോൾ ഈ ആശയത്തിന് യേശു ദൃശ്യാവിഷ്കാരം നൽകുകയാണ്. പലപ്പോഴും ഇന്ന് സമൂഹം വിഘടിതമായി തീർന്നുകൊണ്ടിരിക്കുകയാണ്. അധികാരത്തിന്റെ പേരിൽ, ഒന്നാമതെത്തിച്ചേരുവാനുള്ള തന്ത്രപ്പാടിന്റെ പേരിൽ ഫസ്റ്റായി തീരണം, ബെസ്റ്റായി തീരണം, സ്മാർട്ടായി തീരണം. ഇതൊക്കെ ഇന്നത്തെ പുതിയ ടെക്നോളജിയും മാനേജ്മെന്റ് സ്റ്റഡീസും ലോകത്തിന് കൊടുക്കുന്ന ചില ചിന്താഗതികളാണ്. എങ്ങനെയും ഒന്നാമതെത്തിച്ചേരുക, ആരെയും പുറത്താക്കുക, ഒന്നാമതെത്തിച്ചേർന്ന് ആധിപത്യം ഉറപ്പിക്കുക. ഇത് തന്നെയായിരുന്നു ആദ്യമ സഭയിലും യേശുദമ്പുരാനോടൊപ്പമുണ്ടായിരുന്ന ശിഷ്യന്മാരിലും എത്തിച്ചേർന്നത്. ഈ 12 പേരിൽ ആരാകുന്നു വലിയവൻ
യേശു തമ്പുരാൻ അവരെ പഠിപ്പിക്കുകയാണ്. നിങ്ങൾ 12 പേരും വലിയവനാണ്. ഒന്നാമനാകുവാൻ ആഗ്രഹിക്കുന്നവൻ ദാസനായി തീരണം, ശുശ്രൂഷകനായി തീരണം എന്നാണ് യേശു തമ്പുരാൻ പഠിപ്പിക്കുന്നത്. ഇന്നത്തെ ലോകത്തെ നമ്മൾ മനസ്സിലാക്കുമ്പോൾ സ്വന്തമാക്കുക, ഒന്നാമത് എത്തിച്ചേരുക തുടങ്ങിയത് കമ്പോള മൂല്യങ്ങളാണ്. ഒന്നാമത് എത്തിച്ചേരുക എന്നുള്ള കമ്പോള മൂല്യത്തിന് മുന്നിൽ കിടമത്സരം, അസൂയ, പിണക്കം ഇതൊക്കെ സൃഷ്ടിക്കുന്നത് ബന്ധങ്ങളുടെ തകർച്ചയാണ്, കുടുംബങ്ങളുടെ തകർച്ചയാണ്, സമൂഹങ്ങളുടെ തകർച്ചയാണ്. ഈ തകർച്ചയിൽ യേശു തമ്പുരാൻ കാലുകളെ കഴുകി ഈ ബന്ധങ്ങളെ പുനഃസ്ഥാപിക്കുകയാണ്. യേശു തമ്പുരാൻ ഈ ശിഷ്യന്മാരെ കാലുകൾ കഴുകിയില്ലായിരുന്നെങ്കിൽ അവിടെ പടലപ്പിണക്കങ്ങളും അസ്വസ്ഥതകളും ശത്രുതകളും മത്സരങ്ങളും ഉണ്ടായി ഈ ശിഷ്യ സമൂഹം ശിഥിലമായി പോയേനെ. നമ്മൾ കേട്ടു കാണും ഡിജിറ്റലൈസേഷൻ എന്നൊരു വാക്ക്. ഇന്ന് എല്ലാ ടെക്നോളജിയും ഡിജിറ്റലൈസ് ചെയ്തിരിക്കുകയാണ്. നാരുനാരായി ഒറ്റയ്ക്കൊറ്റയ്ക്ക് ഇങ്ങനെ നീങ്ങുന്ന ഒരു സമ്പ്രദായമാണ് ഡിജിറ്റലൈസേഷൻ എന്ന് പറയുന്നത്. ഓരോന്നിനെ ഭാഗമാക്കി തീർക്കുവാനായിട്ട് കഴിയും. ഇന്നത്തെ കുടുംബ ബന്ധങ്ങളും സാമൂഹ്യ ക്രമങ്ങളും ഡിജിറ്റലൈസ് ചെയ്യപ്പെട്ടിരിക്കുകയാണ്. എല്ലാവരും അവരവരുടെ വഴി. അതുകൊണ്ടാണ് മാധ്യമങ്ങൾ പഠിപ്പിക്കുന്നത് ഇന്നത്തെ ടെക്നോളജി നമ്മെ അനുപ്രേക്ഷകരാക്കിയിരിക്കുകയാണ്. ഞാനും എന്റെ കമ്പ്യൂട്ടറും ഞാനും എന്റെ വെബ്സൈറ്റും, അതിനപ്പുറത്ത് ലോകമില്ല, അതിനപ്പുറത്ത് മനുഷ്യബന്ധമില്ല, കുടുംബ ബന്ധമില്ല, എല്ലാം സാങ്കേതികമായി തീരുന്നു. ഇവിടെയാണ് നമുക്കൊരു കഴികൾ ആവശ്യമായി വരുന്നത്. കുടുംബ ബന്ധങ്ങളെ സൃഷ്ടിക്കുവാൻ, സാമൂഹ്യ ബന്ധങ്ങളെ സൃഷ്ടിക്കുവാൻ, ശിഥിലമായ സ്നേഹബന്ധങ്ങളെ രൂഢമൂലമാക്കുവാൻ നമുക്ക് കഴിയുമോ? വലിയവൻ ആര് എന്നുള്ള തർക്കത്തിന് യേശു നൽകിയ മറുപടിയാണ് കാലുകളെ കഴുകിയത്. കാലുകളെ കഴുകിയത് വഴി ഒരു സംഘാതമായ നേതൃത്വം യേശു ലോകത്തിന് കാണിച്ചു കൊടുക്കുകയാണ്. ഇനി സംഘാതമായ നേതൃത്വമില്ല. എല്ലാവരും നേതാക്കന്മാരാണ്, എല്ലാവരും അധികാരികളാണ്. ഇവിടെ യേശു ഒരു പുതിയ മാതൃകയായി വരുന്നു. ശിഷ്യന്മാരുടെ കാലുകൾ കഴുകി സമൂഹത്തിലേക്ക് ശിഷ്യന്മാരെ ഇറക്കുകയാണ്. സമൂഹത്തിന്റെ നന്മയ്ക്കും വളർച്ചയ്ക്കും മാറ്റത്തിനും ബന്ധത്തിനുമായി യേശു തമ്പുരാൻ ശിഷ്യന്മാരുടെ കാലുകളെ കഴുകുകയാണ്. ഈ ശുശ്രൂഷയിൽ ഞാനും നിങ്ങളും പങ്കുചേരുമ്പോൾ എന്റെ സാമൂഹ്യ ബന്ധം എപ്രകാരമാണ്? സമൂഹത്തിൽ നിന്നും ഞാൻ ഉൾവലിയുന്നില്ലേ? കുടുംബത്തിൽ നിന്നും ഉൾവലിയുന്നില്ലേ? എന്റേതായ ആഗ്രഹങ്ങൾ, എന്റേതായ ആശയങ്ങൾ, എന്റേതായ ചിന്താഗതികൾ, ഇതിന് ഞാൻ പ്രാമുഖ്യം നൽകാറില്ലേ? കാൽകളുടെ ശുശ്രൂഷ എന്താണ് അടുത്തതായി നൽകുന്ന സന്ദേശം? സ്നേഹത്തിനും ക്ഷമയ്ക്കുമുള്ള ദൈവകൃപയുടെ കാൽക്കഴുകലാണ്. An act of God's grace for love and forgiveness. ദൈവത്തിന്റെ കരുണ, ദൈവത്തിന്റെ വാത്സല്യം. എന്തിനു വേണ്ടി? ദൈവിക സ്നേഹത്തിനും പരസ്പര അനുരഞ്ജനത്തിനും വേണ്ടി ദൈവം മനുഷ്യനായി തീർന്നു, കൃപയും സത്യവും നിറഞ്ഞവനായി തീർന്നു, നമ്മുടെ ഇടയിൽ പാർത്തു. വിനയത്തിന്റെ മാതൃക ലോകത്തിന് കാണിച്ചു കൊടുത്തു, ത്യാഗത്തിന്റെ മാർഗ ലോകത്തിന് കാണിച്ചു കൊടുത്തു. ശത്രുതയും വിദ്വേഷത്തിന്റെയും നടുവിൽ നിങ്ങൾ തമ്മിൽ സ്നേഹിക്കണമെന്ന സന്ദേശം യേശു തമ്പുരാൻ നൽകുകയാണ്. യോഹന്നാന്റെ സുവിശേഷം സവിസ്തരം നാം വായിച്ചു പഠിക്കുമ്പോൾ 13-ാം അധ്യായം 34-ാമത്തെ വാക്യത്തിൽ ഈ ശുശ്രൂഷയുടെ അവസാനം യേശു തമ്പുരാൻ പറയുകയാണ്, നിങ്ങൾ തമ്മിൽ സ്നേഹിക്കണം എന്ന സന്ദേശം പുതിയ കൽപ്പനയായി നൽകുന്നു. ഞാൻ നിങ്ങൾക്ക് പുതിയൊരു കൽപ്പന നൽകുന്നു, നിങ്ങൾ തമ്മിൽ സ്നേഹിക്കണം. ഈ കാൽകളുടെ ശുശ്രൂഷയെ സംബന്ധിക്കുമ്പോൾ യേശു തമ്പുരാൻ നമ്മോട് ആഹ്വാനം ചെയ്യുന്നത്, പ്രിയപ്പെട്ട മക്കളെ, നിങ്ങൾക്ക് തമ്മിൽ സ്നേഹിക്കുവാൻ കഴിയുമോ? അതുകൊണ്ടാണ് വീണ്ടും വിശുദ്ധനായ യോഹന്നാൻ കുറിക്കുന്നത് 13-ാം അധ്യായം 35-ാമത്തെ വാക്യം, നിങ്ങൾക്ക് തമ്മിൽ സ്നേഹമുണ്ടെങ്കിൽ നിങ്ങൾ എന്റെ ശിഷ്യന്മാർ എന്ന് വിളിക്കപ്പെടും. ഞാനും നിങ്ങളും യേശുവിന്റെ ശിഷ്യന്മാരാകുവാൻ ആഗ്രഹിക്കുന്നവരാണ്. പരസ്പര വിദ്വേഷവും പകയും വെച്ചു പുലർത്തുന്ന എനിക്കും നിങ്ങൾക്കും എങ്ങനെ യേശുവിന്റെ ശിഷ്യനായി തീരുവാൻ കഴിയും? അതുകൊണ്ടാണ് യേശു തമ്പുരാൻ പറയുന്നത്, നിങ്ങൾ തമ്മിൽ സ്നേഹിക്കണം എന്നാണ് പറയുന്നത്. ഈ ശുശ്രൂഷയിൽ നമുക്കറിയില്ല ആരുടെ കാലാണ് യേശു ആദ്യം കഴുകിയതെന്ന്. വേദപുസ്തകം വായിക്കുമ്പോൾ യേശു ആരുടെ കാലാണ് കഴുകിയതെന്ന് വ്യക്തമല്ല. പക്ഷെ ഇവിടെ ചൊല്ലുന്ന ആരാധനക്രമത്തിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, ഇളയവൻ തൊട്ടേവരെയും കഴുകി, ഏറ്റവും
ഏറ്റവും പ്രായം കുറഞ്ഞ യോഹന്നാന്റെ സ്ഥാനമാണ് ഈ മകനുള്ളത്. ഏറ്റവും മുതിർന്ന സ്ഥാനമാണ് ബഹുമാനപ്പെട്ട സക്കറിയ കോറെപ്പിസ്കോപ്പാച്ചനുള്ളത്. ഇളയവൻ തൊട്ട് ഏവരെയും കഴുകി 12 പേരുടെ കാലുകൾ യേശുതമ്പുരാൻ കഴുകുകയാണ്. അതിന്റെ ദൃശ്യാവിഷ്കാരമാണ്. തെക്കേ സൈഡിൽ 6 പേരും വടക്കേ സൈഡിൽ 6 പേരും അഭിമന്യ തിരുമേനിയോടൊപ്പം ഇരുന്ന് ഈ ശുശ്രൂഷയിൽ പങ്കുചേരുന്നത്. യോഹന്നാൻ മുതൽ പത്രോസ് വരെയുള്ള ശിഷ്യന്മാരുടെ കാലുകൾ കഴുകി. പത്രോസിന്റെ അടുക്കൽ യേശു കാല് കഴുകാൻ ചെന്ന അവസരത്തിൽ പറയുകയാണ്, നീ എന്റെ കാലുകളെ കഴുകരുത്. കാലുകൾ കഴുകുക എന്ന് പറയുന്നത് ദാസന്മാർ ചെയ്യുന്ന ഒരു കർമ്മമായിരുന്നു. ഗുരുവും നാഥനുമായ യേശുതമ്പുരാൻ ശിഷ്യന്റെ കാല് കഴുകുവാൻ പത്രോസ് ആഗ്രഹിച്ചില്ല. യേശുതമ്പുരാൻ എന്താ മറുപടി പറഞ്ഞത് അറിയാമോ? യേശുതമ്പുരാൻ പറഞ്ഞു, നിന്റെ കാല് ഞാൻ കഴുകിയില്ലെങ്കിൽ നിനക്ക് എന്നോടുകൂടി പങ്കില്ല. പത്രോസ് പെട്ടെന്ന് ഉത്തരം പറയുകയാണ്, കർത്താവേ, എന്റെ കാൽ മാത്രമല്ല കൈയും തലയും കഴുകണമേ. ഒരു ശുശ്രൂഷയ്ക്ക് വേണ്ട ഏറ്റവും സുപ്രധാനമായ കാര്യങ്ങളാണ് കൈയും കാലും തലയും, ബുദ്ധിയും പ്രവർത്തനവും യാത്രയും. ശുശ്രൂഷയുടെ മുഖങ്ങൾക്ക് വേണ്ട ഏറ്റവും ശക്തമായ മാധ്യമങ്ങളാണ്. എന്റെ കൈയും കാലും തലയും അങ്ങ് കഴുകണമേ. ഇവിടെ സ്നേഹത്തിന്റെയും ക്ഷമയുടെയും അനുരഞ്ജനത്തിന്റെയും അനുഭവങ്ങൾ ഉണ്ടാകുകയാണ്. ശിഷ്യന്മാർ പരസ്പരം കലഹിച്ച് ആരാണ് വലിയവരെന്നുള്ള തർക്കമുണ്ടായപ്പോൾ യേശു കാലുകളെ കഴുകുവാൻ തുടങ്ങിയപ്പോൾ എല്ലാവർക്കും വേണ്ടി പത്രോസ് പറയുകയാണ്, ഞങ്ങളുടെ കൈയും തലയും കാലും അങ്ങ് കഴുകി ശുശ്രൂഷകരാക്കി ഞങ്ങളെ തീർക്കണമേ. അതുകൊണ്ടാണ് നമ്മുടെ ആരാധനയിൽ ഇപ്പോൾ ഇവിടെ നടക്കാൻ പോകുന്ന പ്രാർത്ഥനയിൽ നമ്മൾ ചൊല്ലുന്നത്, സ്വർഗത്തിൽ നിന്നും ഇറങ്ങി വന്ന് മൺമേരെ കഴുകിയ ദൈവമേ, നിന്റെ കൃപയുടെ ബഹുത്വത്താൽ നിന്റെ ആരാധകരുടെ കാലുകളെ കഴുകണമേ. ഈ ശുശ്രൂഷയെ പങ്കെടുക്കുമ്പോൾ നമ്മൾ എല്ലാവരും ഓർക്കേണ്ടത് ഇതാണ്. ഇവിടെ പ്രതീകാത്മകമായി 12 പേരുടെ കാലുകൾ കഴുകുന്നു. ഇവിടുത്തെ ആരാധന ലോകത്തോട് വിളിച്ചറിയിക്കുന്നത് ഈ ശുശ്രൂഷയിൽ സംബന്ധിക്കുന്ന എല്ലാ വിശ്വാസികളുടെയും കാലുകളെ കഴുകുകയാണ്. സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന് മൺമേരെ കഴുകിയ ദൈവമേ, നിന്റെ കൃപയാൽ കൃപയുടെ ബഹുത്വത്താൽ നിന്റെ ആരാധകരുടെ കാലുകളെ കഴുകണമേ. 12 പേരുടെ കാല് കഴുകുമെങ്കിലും ഈ ആരാധനയിൽ പങ്കുചേരുന്ന എല്ലാവരുടെയും കാലുകളെ കഴുകുകയാണ്. നമ്മുടെ കാലുകളെ കഴുകിയാണ് ഈ ശുശ്രൂഷ സമാപിപ്പിക്കുന്നത്. ഇവിടെ കൂടി വരുന്ന എല്ലാവരുടെയും കാലുകളെ കഴുകുകയാണ്. നമ്മുടെ കാലുകളെ കഴുകുമ്പോൾ നമുക്ക് ലഭിക്കുന്ന സന്ദേശം, സ്നേഹിക്കുവാൻ പഠിക്കുന്ന സന്ദേശം, ക്ഷമിക്കുവാൻ പഠിക്കുന്ന സന്ദേശം ഇന്നിവിടെ പ്രസരിതമായി തീരുകയാണ്. വലിയ നോയമ്പ് ആരംഭിക്കുമ്പോൾ ശുഭക്കോണ ശുശ്രൂഷയുണ്ട്. പ്രധാന കാർമ്മികൻ നിലത്ത് മുട്ടുകുത്തി പ്രാർത്ഥിക്കുന്നു. എല്ലാ ജനങ്ങളും നിലത്തുമുട്ടി പ്രാർത്ഥിക്കുന്നു. ആ സമയത്ത് പ്രതിവാക്യമായിട്ട് ചൊല്ലുന്നു, ദൈവമേ സ്നേഹിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ, ദൈവമേ ക്ഷമിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. വ്യത്യസ്തങ്ങളായ ഭാഷാന്തരങ്ങളുണ്ട്. ഞാൻ ചേർത്ത് വായിക്കുകയാണെങ്കിൽ, ദൈവമേ സ്നേഹിക്കുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ, ദൈവമേ ക്ഷമിക്കുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. ഈ കാൽകഴുക ശുശ്രൂഷയിൽ പങ്കുചേരുമ്പോൾ ഇവിടെ ഇരിക്കുന്ന എല്ലാവരെയും സ്നേഹിക്കുവാനും ക്ഷമിക്കുവാനും പഠിപ്പിക്കുന്ന ഒരു ശുശ്രൂഷയിൽ പങ്കുചേരുകയാണ്. അതുകൊണ്ട് ഈ നോയമ്പിന്റെ അവസാനം നമുക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ കൃപയാണ്. ആ ശുശ്രൂഷയിൽ പറയുന്നു, ശുഭകോണ ശുശ്രൂഷയിൽ പറയുന്നു, ഈ നോയമ്പിന്റെ പ്രാരംഭം അനുഗ്രഹപ്രദമായി തീർന്നതുപോലെ ഇതിന്റെ സമാപനവും അനുഗ്രഹപ്രദമായി തീരട്ടെ. നമുക്ക് ശ്രമിക്കുവാൻ കഴിയുന്നെങ്കിൽ, സ്നേഹിക്കുവാൻ കഴിയുന്നെങ്കിൽ നമ്മുടെ വലിയ നോമ്പ്, നമ്മുടെ പീഡാനുഭവം, നമ്മുടെ കഷ്ടാനുഭവം, നമ്മുടെ നോമ്പ്, നമ്മുടെ ഉപവാസം അർത്ഥപൂർണമായി തീരുന്നു എന്ന് നാം മനസ്സിലാക്കേണ്ടത് വളരെ ആവശ്യമാണ്. കാൽകഴുകൽ ശുശ്രൂഷ ലോകത്തിന് നൽകുന്ന മൂന്നാമത്തെ സന്ദേശം എന്ന് പറയുന്നത്, it is an act of new vision of hospitality. ആതിഥേയത്വത്തിന്റെ പുത്തൻ ദർശനമാണ് ഈ കാൽ കഴുകൽ. ഹോസ്പിറ്റാലിറ്റി എന്ന പദം കേട്ടിരിക്കും. ആതിഥേയത്വം, കാൽ കഴുകൽ താഴ്ചയുടേതാണ്, ആതിഥേയത്വത്തിൻ്റെതാണ്, സാധാരണീകരണം ആണ്. ഇതിന്റെ പ്രത്യേകതകൾ അതിഥിയെ ദൈവമായി കരുതുന്ന ഭാരതത്തിന് വളരെയധികം പ്രാധാന്യമുള്ളതാണ്. ക്രിസ്തു ലോകത്ത് വന്നത് മനുഷ്യവർഗത്തിന്റെ അതിഥിയായിട്ടാണ്. ആ അതിഥിയുടെ പ്രത്യേകത ആത്മപരിത്യാഗമാണ്, നിർവ്യാജമായ സ്നേഹമാണ്, മനുഷ്യ അന്തസ് അംഗീകരിക്കുവാനുള്ള വലിയൊരു വിശാലമായ മനസ്ഥിതിയാണ്. അതുകൊണ്ട് നമ്മളിവിടെ പഠിക്കുമ്പോൾ സാധാരണ നിലയിൽ കാലുകളെ കഴുകുന്നത് ഈ അതിഥിയാണ്.
ഇവിടെ യജമാനന്റെ കാലുകൾ കഴുകുന്നത് ദാസന്മാരാണ്, അതിഥിയുടെ കാലാണ് കഴുകുന്നത്. പക്ഷേ ഇവിടെ സംഭവിക്കുന്നത് യേശുതമ്പുരാൻ ലോകത്തിലേക്ക് വന്ന അതിഥി, പുതിയ മാനവികതയ്ക്ക് ലോകത്തെ സംജാതമായ അതിഥിയായ യേശുതമ്പുരാൻ ശിഷ്യഗണങ്ങളുടെ കാലുകൾ കഴുകുകയാണ്. മനുഷ്യന്റെ അന്തസ്സിനും അംഗീകാരത്തിനും പുതിയ ഒരു തലം സൃഷ്ടിക്കുകയാണ്. അതിന്റെ അടയാളം കുരിശാണ്. ഈ ആതിഥേയത്വ ശുശ്രൂഷയുടെ അടയാളം കുരിശാണ്, മുൾക്കിരീടമാണ്. ഇന്ന് നമുക്ക് കാലുകളെ കഴുകുവാൻ കഴിയുമോ? ഇന്ന് പലതരത്തിൽ നമ്മൾ ഈ മനുഷ്യ സമൂഹത്തെ ബന്ധങ്ങളെ വേർതിരിച്ചിരിക്കുകയാണ്. പാർശ്വവൽക്കരിക്കപ്പെട്ടവർ, തമസ്കരിക്കപ്പെട്ടവർ, മുഖം നഷ്ടപ്പെട്ടവർ, കീഴാള സ്ഥാനികളായവർ, അവരെയെല്ലാം നമ്മൾ ഈ മുഖ്യധാരയിൽ നിന്നും പുറത്താക്കിയിരിക്കുകയാണ്. ഇന്ന് നമ്മുടെ സഭകൾക്കൊക്കെ പറ്റിയിരിക്കുന്ന വലിയ വെല്ലുവിളി എന്ന് പറയുന്നത് ഈ അധികാര സ്ഥാനങ്ങളിലേക്ക് ആഞ്ഞെടുക്കുന്ന, പാഞ്ഞു ചെല്ലുന്ന വലിയൊരു വൃന്ദം ഇവിടെ ശക്തിപ്പെടുകയാണ്. കാൽ കഴുകുന്ന ശുശ്രൂഷ ഓർമ്മിപ്പിക്കുന്നത് ഈ മുഖ്യധാരയ്ക്ക് പുറത്തുപോയ, പാർശ്വവൽക്കരിക്കപ്പെട്ട, മുഖം നഷ്ടപ്പെട്ടുപോയ, അന്തസ് നഷ്ടപ്പെട്ടുപോയ, തമസ്കരിക്കപ്പെട്ട ജനതയുടെ അംഗീകാരവും ശുശ്രൂഷയുമാണ്. യേശുതമ്പുരാൻ ഇത് കാണിച്ചു കൊടുക്കുക മാത്രമല്ലായിരുന്നു, തന്റെ ശുശ്രൂഷയിൽ സ്ത്രീകൾ, കുട്ടികൾ, മത്സ്യത്തൊഴിലാളികൾ, പാപിയായ സ്ത്രീ, ചുങ്കക്കാർ, രോഗികൾ, ഇവരെയെല്ലാം അവരുടേതായ ഇടം തന്റെ ശുശ്രൂഷയിൽ യേശുതമ്പുരാൻ നൽകുകയുണ്ടായി. ഇവിടെ സുപ്രധാനമായ ഒരു ചോദ്യമുണ്ട്. ഈ ആതിഥേയത്വ ശുശ്രൂഷയിൽ, എന്റെ അജപാലന ശുശ്രൂഷയിൽ, എന്റെ ക്രൈസ്തവ ജീവിതത്തിൽ ഈ മുഖം നഷ്ടപ്പെട്ട മനുഷ്യരോടുള്ള എന്റെ സമീപനം എന്താണ്? ഇവിടെ യുദ്ധവും ഭീകരതയും ആഗോള ഭീകരതയും മതവിദ്വേഷവും ശക്തിപ്പെടുമ്പോൾ ഭാരതത്തിന് അതിൻ്റെതായ ഒരു വേദശാസ്ത്രം രൂപപ്പെടുന്നതിനെ കുറിച്ച് അനേക ചർച്ചകൾ നടക്കുന്നുണ്ട്. അതിന്റെ ഒരു പ്രധാന ഭാഗമാണ് തിയോളജി ഓഫ് ഹോസ്പിറ്റാലിറ്റി. ആതിഥേയത്വത്തിന്റെ ഒരു വേദശാസ്ത്രം ഭാരതത്തിന്റെ പശ്ചാത്തലത്തിൽ രൂപപ്പെട്ടേ മതിയാവൂ. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, എല്ലാവരെയും സ്വീകരിക്കുന്ന, എല്ലാവരുടെയും കാലുകൾ കഴുകുന്ന, എല്ലാവരെയും അംഗീകരിക്കുന്ന, എല്ലാവരെയും മുഖ്യധാരയിലേക്ക് കൊണ്ടുവരുന്ന, എല്ലാവരെയും ഉൾക്കൊണ്ട് സംഘാതമായ ഒരു നേതൃത്വത്തിലേക്ക് വരുന്ന വിശാലമായ കാഴ്ചപ്പാടിനെ കുറിച്ചുള്ള ദർശനമാണ് ഈ ന്യൂ വിഷൻ ഓഫ് ഹോസ്പിറ്റാലിറ്റി എന്ന് പറയുന്നത്. ഇതൊരു പുതിയ ദർശനമാണ്, ഇതൊരു പുതിയ കാഴ്ചപ്പാടാണ്. ഈ കാഴ്ചപ്പാട് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടത് വളരെ ആവശ്യമാണ്. നാലാമതായി, കാൽ കഴുകൽ ശുശ്രൂഷ ലോകത്തിന് നൽകുന്ന സുപ്രധാനമായ സന്ദേശം എന്താണ്? An act of kenotic self-esteem, ആത്മ പരിത്യാഗത്തിന്റെ ആത്മാഭിമാനം. ആ രണ്ടു വാക്കുകളും വളരെ കട്ടികൂടിയതാണ്. കെനോട്ടിക് എന്ന് പറയുന്നത് ഒരു ഗ്രീക്ക് ആശയമാണ്, ഗ്രീക്ക് ഭാഷയിൽ കൂടി വന്നതാണ്. ആത്മ പരിത്യാഗം, നമ്മെ തന്നെ വെറുമയാക്കുന്ന, നമ്മെ തന്നെ ശൂന്യമാക്കുന്ന, നമ്മെ തന്നെ പരിത്യജിക്കുന്ന ഒരു ശക്തമായ ആശയമാണ് ഈ ആത്മ പരിത്യാഗം എന്ന് പറയുന്നത്. ഈ ആത്മ പരിത്യാഗത്തിൽ കൂടി നാം വളർത്തിയെടുക്കേണ്ടത് ആത്മാഭിമാനമാണ്. ഈ സുപ്രധാനമായ ആശയം പങ്കുവെക്കുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. യേശുതമ്പുരാൻ കാലിൽ കഴുകിയത് വഴി, തന്റെ ശിഷ്യന്മാരുടെ കാലിൽ കഴുകിയത് വഴി, യജമാന യേശു ദാസനെ പോലെ കാലിൽ കഴുകിയത് വഴി ഒരു പുത്തൻ ആത്മാഭിമാനം വളർത്തിയെടുക്കുന്നു. ഇന്ന് നമുക്കുള്ളത് ലോകത്തിന്റെ ആത്മാഭിമാനമാണ്. ടെക്നോളജിയുടെയും ആധുനികതയുടെയും നവീനതയുടെയും ഉത്തരാധുനികതയുടെയും ഒക്കെ ആത്മാഭിമാനമാണ് നമ്മെ ചേർത്ത് പിടിക്കുന്നത്. യേശുതമ്പുരാൻ അങ്ങനെയല്ലായിരുന്നു. ഒരു ശിഷ്യ ബന്ധത്തിന് പുതിയ മാതൃകയാണ് നൽകുന്നത്. ഇതിന് വേദശാസ്ത്രജ്ഞന്മാരൊക്കെ പറയുന്നത് പാരഡൈം ഷിഫ്റ്റ് എന്ന വാക്കുകൊണ്ടാണ് അർത്ഥമാക്കുന്നത്. പാരഡൈം എന്ന വാക്കിന് മാതൃക, അളവുകോൽ, മാനദണ്ഡം, വീക്ഷണം എന്നൊക്കെ നമുക്ക് അർത്ഥം കൽപ്പിക്കാം. ഇവിടെ യേശു കാലിൽ കഴുകിയത് വഴി, ശിഷ്യന്മാരുടെ കാലിൽ കഴുകിയത് വഴി ഒരു ചുവടുമാറ്റം നടത്തി, ഒരു മാതൃകാ വ്യതിയാനം നടത്തി. ദർശനത്തിനും വീക്ഷണത്തിനും ഒരു വേർതിരിവ് യേശുതമ്പുരാൻ സൃഷ്ടിച്ചു എന്നതാണ് മനസ്സിലാക്കേണ്ടത്. മാതൃകാ മാറ്റം, ചുവടുമാറ്റം, അതുവരെ ഇല്ലാത്തതായ ഒരു മാതൃക ലോകത്തിന് കാണിച്ചു കൊടുത്തു.
അന്നും ഇന്നും എന്റെയും നിങ്ങളുടെയും ചിന്താഗതി സ്വന്തമാക്കുക എന്നുള്ളതാണ്. യേശു കാലുകൾ കഴുകിയത് വഴി ത്യജിക്കുക എന്ന സന്ദേശം ലോകത്തിന് കാണിച്ചു കൊടുത്തു. എല്ലാം ഉൾക്കൊള്ളുക എന്നുള്ള സന്ദേശമാണ് ലോകത്തിൻ്റെത്. യേശു ലോകത്തിന് കാണിച്ചു കൊടുത്തത് കുരിശും ഉൾക്കിരീടവുമാണ്. ഇന്നെല്ലാ ക്രമങ്ങൾക്കും പ്രത്യേകിച്ച് ഉപഭോഗ സംസ്കാരത്തിൽ അകവും പുറവുമുണ്ട്. ഇന്ന് പുറത്തിന് പ്രാധാന്യം കൊടുക്കുന്ന ലോകക്രമമാണ്, വിപണി സംസ്കാരമാണ് ശക്തിപ്പെടുന്നത്. എന്നാൽ യേശു തമ്പുരാന്റെ അകവും പുറവും ഒരുപോലെയായിരുന്നു. അകം സ്നേഹത്തിൻ്റെതായിരുന്നെങ്കിൽ പുറം കാലുകളെ കഴുകുന്നതിൻ്റെതായിരുന്നു. അകവും പുറവും യോജിച്ചപ്പോൾ കുരിശും കിരീടവും സ്വയമായിട്ട് ഏറ്റെടുക്കുവാനായിട്ട് കഴിഞ്ഞു. അതുകൊണ്ടാണ് പരിശുദ്ധനായ പൗലോസ് കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 1-ാം അധ്യായം 27 മുതലുള്ള വാക്യങ്ങളിൽ പറയുന്നത്, ജ്ഞാനികളെ ലജ്ജിപ്പാൻ ഭോഷത്വമായത് ദൈവം തെരഞ്ഞെടുത്തു, ബലമുള്ളവനെ ലജ്ജിപ്പിക്കുവാൻ ബലഹീനമായത് ദൈവം തെരഞ്ഞെടുത്തു, ഉള്ളതിനെ ഇല്ലായ്മയാക്കുവാൻ കുലീനവും നികൃഷ്ടവും ഏതുമില്ലാത്തതും ദൈവം തെരഞ്ഞെടുത്തു. ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുമ്പോൾ നമ്മൾ ഏറ്റെടുക്കുന്നത് ആഗോളവൽക്കരണത്തിന്റെ മത്സര മൂല്യങ്ങളാണോ, കമ്പോള മൂല്യങ്ങളാണോ, മാധ്യമ മൂല്യങ്ങളാണോ, അതാ ലോകത്താൽ ത്യജിക്കപ്പെടുന്ന ക്രിസ്തുവിന്റെ കുരിശിന്റെയും കിരീടത്തിന്റെയും ശിഷ്യത്വത്തിന്റെയും മാതൃകയാണോ ഞാനും നിങ്ങളും പങ്കെടുക്കുന്നതെന്ന് പലപ്പോഴും ആത്മാർത്ഥമായി ചിന്തിക്കേണ്ടതാണ്. യോഹന്നാന്റെ സുവിശേഷം 13-ാം അധ്യായം 15-ാമത്തെ വാക്യത്തിൽ യേശുവിന്റെ ലോകത്തോട് പറയുകയാണ്, ഞാൻ നിങ്ങൾക്ക് ചെയ്തതുപോലെ നിങ്ങളും ചെയ്യേണ്ടതിന് ഞാൻ നിങ്ങൾക്ക് ദൃഷ്ടാന്തം കാണിച്ചിരിക്കുന്നു. ഇതൊരു ദൃഷ്ടാന്തമാണ്, ഇതൊരു ഉപമയാണ്, ഇതൊരു മാതൃകയാണ്. ഞാൻ ലോകത്തിന് കാണിച്ചത് കൊടുത്തതുപോലെ എന്റെ ശിഷ്യന്മാരും എന്നെ അനുകരിക്കുന്ന എന്റെ എല്ലാ ശിഷ്യഗണങ്ങളും പരസ്പരം കാലുകളെ കഴുകണം. അതുകൊണ്ട് യോഹന്നാന്റെ സുവിശേഷത്തിൽ വീണ്ടും പറയുന്നു 13-ാം അധ്യായം 14-ാമത്തെ വാക്യത്തിൽ, നിങ്ങളും തമ്മിൽ കാലുകളെ കഴുകണം. അതേ അധ്യായത്തിൽ 8-ാം വാക്യത്തിൽ പറയുന്നു, നിങ്ങൾ കാലുകളെ കഴുകുന്നില്ല എങ്കിൽ നിങ്ങൾക്ക് എന്നോടുകൂടി പങ്കില്ല. ക്രിസ്തീയ ജീവിതത്തിന്റെ അടിത്തറകളിലേക്ക് ആഞ്ഞിറങ്ങുമ്പോൾ നമ്മോട് തന്നെ ചോദിക്കേണ്ടതാണ്, എന്റെ സഹോദരന്റെ, എന്റെ സഹോദരിയുടെ മുഖം നഷ്ടപ്പെട്ടു പോയവരുടെ, ലോകത്താൽ പുറത്താക്കപ്പെട്ട ജനതയുടെ പക്ഷം ചേരുവാനും ഭാഗഭാക്കായി തീരുവാനും എനിക്ക് കഴിയുന്നുണ്ടോ? കാൽ കഴുകലിൽ ഞാൻ ദൈവത്തോടൊപ്പം യേശുവിനോടൊപ്പം ഞാൻ പങ്കുകാരനാണോ എന്ന് ശാന്തമായിട്ട് ചിന്തിക്കും.